പാഷണ്ഡതയുടെ പേരിൽ ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് വത്തിക്കാൻ. അമേരിക്കയിലെ മുൻ അപ്പസ്തോലിക് ന്യൂൻഷിയായ ആർച്ച് ബിഷപ്പുമായ കാർലോ മരിയ വിഗ്നോ തന്നെയാണ് തന്റെ എക്സ് അക്കൌണ്ടിലൂടെ റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ മുൻപാകെ ഹാജരാകാൻ തനിക്ക് സമൻസ് ലഭിച്ചതായി അറിയിച്ചത്. ഫ്രാൻസിസ് പാപ്പയുടെ അധികാരത്തിന്റെ നിയമസാധുത ഉൾപ്പെടെ കത്തോലിക്ക സഭയുമായി ഐക്യം നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളെ നിഷേധിക്കുന്ന പരസ്യ പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ തള്ളിപ്പറഞ്ഞുവെന്നും ആർച്ച് ബിഷപ്പ് വിഗ്നോയ്ക്കെതിരെ പരാതിയുണ്ട്. ആരോപണങ്ങളും തെളിവുകളും അവലോകനം ചെയ്യുന്നതിന് ഈ മാസം 28-ന് വൈകുന്നേരം 3:30-നകം ഹാജരാകാനോ പ്രതിഭാഗം അഭിഭാഷകനെ നിയമിക്കാനോ വത്തിക്കാൻ ഉത്തരവിൽ വിഗ്നോയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ 28-നകം ഹാജരാവുകയോ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും നടപടി സ്വീകരിക്കുമെന്നും അറിയിപ്പിലുണ്ട്. കർദിനാൾ തിയോഡോർ മക്കറിക്കിന്റെ കേസ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പയുടെ രാജി ആവശ്യപ്പെട്ട് 2018 സെപ്റ്റംബറിൽ ആർച്ച് ബിഷപ്പ് ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. 2020 നവംബറിൽ പരിശുദ്ധ സിംഹാസനം ആർച്ച് ബിഷപ്പ് വിഗ്നോയുടെ അവകാശവാദങ്ങളെ നിരാകരിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാപ്പയുടെ അധികാരത്തിന്റെ നിയമസാധുതയെയും സൂനഹദോസിനെയും നിഷേധിച്ചതിനാണ് അന്വേഷണമെന്ന് ആർച്ച് ബിഷപ്പ് വിഗ്നോ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ വിഗ്നോയ്ക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് വിശ്വാസ തിരുസംഘം എന്തെങ്കിലും പറയുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞാൻ ഒരു ബഹുമതിയായി കണക്കാക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് വിഗ്നോ സാമൂഹ്യ മാധ്യമത്തിൽ വിശേഷിപ്പിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെ പ്രത്യയശാസ്ത്രപരവും ദൈവശാസ്ത്രപരവും ധാർമ്മികവും ആരാധനാപരവുമായ അർബുദം എന്നും സിനഡൽ സഭ അതിന്റെ വ്യാപനമായ മെറ്റാസ്റ്റാസിസ് ആണെന്നും ആർച്ച് ബിഷപ്പ് വിഗ്നോ കുറ്റപ്പെടുത്തുന്നു. ചില സമീപനങ്ങളും ചില നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിന് അദ്ദേഹം ഉത്തരം നൽകേണ്ടതുണ്ടെന്നും ഇതേക്കുറിച്ച് പ്രതികരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ആർച്ച് ബിഷപ്പ് വിഗ്നോയ്ക്ക് തന്റെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവസരം നിഷേധിക്കുകയില്ലെന്നും കർദിനാൾ പറഞ്ഞു. ഉർബാനിയൻ പൊന്തിഫിക്കൽ സർവകലാശാലയിൽ സംസാരിക്കവെ വിഗ്നോയുമായി ഒന്നിച്ചു പ്രവർത്തിച്ച മുൻ അനുഭവങ്ങളെ അനുസ്മരിച്ച കർദിനാൾ പരോളിൻ ആർച്ച് ബിഷപ്പ് പരിശുദ്ധ സിംഹാസനത്തോട് വളരെ വിശ്വസ്തനായിരുന്നുവെന്നും അപ്പസ്തോലിക് ന്യൂൻഷ്യോ എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നുവെന്നും അനുസ്മരിച്ചു. എന്നാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നും അതിൽ താൻ ഒത്തിരി ഖേദിക്കുന്നുവെന്നും കർദിനാൾ പരോളിൻ കൂട്ടിച്ചേർത്തു.